പഴയ ഒരു കോൺഗ്രസിൻ്റെ സിംല സമ്മേളനമില്ലേ, ആ സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി എ.കെ. ആൻ്റണി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവുമല്ലോ. അത് പറഞ്ഞതെന്തായിരുന്നു? കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ നേരത്തെ പറഞ്ഞതെല്ലാം ഇപ്പോൾ വിഴുങ്ങുകയാണ്. എ.കെ. ആന്റണി മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ മുന്നിലില്ലേ? രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത്, വി.ഡി. സതീശൻ പറഞ്ഞത്, കെ. മുരളീധരൻ പറഞ്ഞത് എല്ലാം പൊതുമണ്ഡലത്തിലുണ്ട്. മുസ്ലിം സമുദായത്തിന് എതിരെ എണ്ണി പറയുകയാണ് കോൺഗ്രസ് നേതാക്കൾ. മുസ്ലിം സമുദായത്തിന് എതിരെ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി സ്വാഭാവികമായും വൈറലാകേണ്ട, ചർച്ചയാകേണ്ട വിഷയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ആ വാക്കുകൾ കേൾക്കാം. രാജീവ് ചന്ദ്രശേഖർ പറയുന്നതും ഞങ്ങൾ പറയുന്നതും ഒരേ ശബ്ദമല്ല. ഞങ്ങൾ പറയുന്നത് തീർച്ചയായും കേരളത്തിലെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാണ്. മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ഘട്ടത്തിലും BJPക്കോ രാജീവ് ചന്ദ്രശേഖറിനോ താല്പര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. മതനിരപേക്ഷതയിലൂടെ മാത്രമേ പൊതുവെ വർഗീയതയെ നേരിടാനാവൂ. ഇവിടെ ഏത് വർഗീയ ശക്തിയും സ്വീകരിക്കുന്ന സമീപനം അത് മറ്റ് മതവിഭാഗങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ളതാണ്. അപരമത വിദ്വേഷം വളർത്താനുള്ള ശ്രമങ്ങൾ വർഗീയ ശക്തികൾ നടത്തുന്നുണ്ട്. അതിനെയെല്ലാം ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാനും കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നാട്ടിൽ മതനിരപേക്ഷതയും സമാധാനവും പുലരുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ വർഗീയത വെച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരെല്ലാം കേരളത്തിലും രാജ്യത്തുമുണ്ട് നമുക്കറിയാലോ. അവർ ഇടയ്ക്കിടെ നിലപാട് മാറ്റാറുണ്ട്. ഞങ്ങൾ ആ ഗണത്തിൽപ്പെട്ടവരല്ല. ഞങ്ങൾക്ക് ഒരേ നിലപാടേ ഉള്ളൂ. ഇപ്പോൾ പഴയ ഒരു കോൺഗ്രസിൻ്റെ സിംല സമ്മേളനമില്ലേ, ആ സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി എ.കെ. ആൻ്റണി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവുമല്ലോ. അത് പറഞ്ഞതെന്തായിരുന്നു? കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണത്. കൂടുതൽ വിലപേശൽ നടത്തുന്നു. ആക്ഷേപം അന്നത്തെ മുഖ്യമന്ത്രി ഉന്നയിച്ചതാണ്. ഇത്തരത്തിലുള്ള ആക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട് എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അന്ന് അദ്ദേഹം തൻ്റെ തീരുമാനം രാജി പ്രഖ്യാപിച്ചതെന്ന് ഓർക്കണം. ഇപ്പോൾ മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ സർക്കാർ വീണ്ടും പുറത്തു വിടണം എന്ന് അടുത്ത ഘട്ടത്തിൽ ശ്രീ ആൻ്റണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടതായി കണ്ടു. നമ്മളിതിൽ ഓർക്കേണ്ട ഒരു കാര്യം, രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റായ കാലം, ആ ഘട്ടത്തിൽ CK ഗോവിന്ദൻ നായർ അനുസ്മരണ പരിപാടി നടക്കുകയാണ്. ആ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് മലബാറിൽ 2 or 3 സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതിന് വഴി തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവാണ്
CK ഗോവിന്ദൻ നായർ എന്നായിരുന്നു. ഇത് രമേശ് ചെന്നിത്തല തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞതാണ്. CK ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്ത് കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട്. അതാരാ പറഞ്ഞ്? അതും അന്ന് രമേശ് ചെന്നിത്തല തന്നെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ്. വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം, ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം എന്നുള്ള CK ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അന്ന് ഉയർത്തിപ്പിടിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. അതേ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ UDFൽ അണിനിരത്തുന്നതിന് നേതൃസ്ഥാനത്തുള്ളത്. സതീശൻ, K മുരളീധരൻ, ആര്യാടൻ മുഹമ്മദ് ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പൊതുമണ്ഡലത്തിലുള്ള കാര്യങ്ങളാണ്. 5ാം മന്ത്രിസ്ഥാനം വലിയ വിവാദമായി വന്നത് നമുക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണല്ലോ. 5ാം മന്ത്രി വിവാദം ആ കാലത്ത് സതീശൻ്റെ സ്വരം എങ്ങനെയായിരുന്നു? അദ്ദേഹം പറഞ്ഞ കാര്യം 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ചിന്തിക്കണം. ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരിതിരിവ് കേരളത്തിലുണ്ടാക്കി അനാവശ്യമായ ഒരു വിഷയമാക്കി വളർത്തിയതിനു പകരം അവർക്ക് ആഗ്രഹം കൊടുത്താൽ മതിയായിരുന്നു. അപക്വമായ തീരുമാനങ്ങളാണ് നാം എടുത്തത്. സതീശൻ്റെ വാക്കുകളാണ്. ഭരണപരമായ പക്വത നാം ഈ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് തെറ്റാണോ? ഇത് ഏതെങ്കിലും രഹസ്യ സംഭാഷണത്തിൽ പറഞ്ഞതല്ലല്ലോ. പരസ്യമായി സതീശൻ പ്രസംഗിച്ച കാര്യമാണല്ലോ. മലബാറിൽ പുതിയ 33 സ്കൂളുകൾ തുറക്കാൻ UDF സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ VD സതീശൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത്? കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലം നോക്കി വേണം സ്കൂളുകൾ അനുവദിക്കേണ്ടത്. മലബാറിന് അനുവദിച്ച 33 സ്കൂളുകൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൺസോളിഡേഷൻ ഉണ്ടാക്കും എന്നുമാണ് അന്ന് പ്രസംഗിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഇതേ സതീശൻ തന്നെയാണ്. സതീശന് മറുപടിയായി തങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറായ TK അബ്ദുള്ളയാണ്. ജനാധിപത്യം പറയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ നാടിൻ്റെ ചരിത്രം നമ്മൾ ഓർക്കേണ്ടതാണ്. തരാതരം പോലെ വർഗീയത കളിക്കുകയും അത് മൂടിവെക്കാൻ നല്ല വിള ചമയുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. അതാണ് യഥാർത്ഥ പ്രശ്നം. ഞങ്ങൾ ഓരോ ഘട്ടത്തിൽ ഓരോ നിലപാടല്ല, സ്ഥായിയായ നിലപാടാണ്. വർഗീയതയുമായി ബന്ധമില്ല. മതനിരപേക്ഷതയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കും. വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കും. ഏത് വർഗീയതയായാലും എതിർക്കും. ഇതാണ് ഞങ്ങളുടെ സ്ഥായിയായ നിലപാട്.